ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. പരുമല സെമിനാരി മാനേജർ കൂടിയായിരിക്കുന്ന എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ബഹുമാനപ്പെട്ട എൽദോ അച്ഛൻ, വന്യരായ വൈദിക ശ്രേഷ്ഠർ, പരിപാവനമായ ആലയത്തിൽ നോമ്പിൻ്റെയും കഷ്ടാനുഭവ ആഴ്ചയുടെയും ഉയർപ്പിൻ്റെയും ഒക്കെ ആത്മീയ അനുഭവങ്ങൾ കൊയ്തെടുത്ത ശേഷം നിറഞ്ഞ മനസ്സോടെ, അനുഗ്രഹത്തോടെ, സ്വസ്ഥതയോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ ഇടയായ നാം ഓരോരുത്തർക്കു വേണ്ടിയും ദൈവസന്നിധിയിൽ നമുക്ക് മഹത്വം അറിയിക്കാം. പ്രിയമുള്ളവരെ, ഉയർപ്പിന് ശേഷമുള്ള ദിവസങ്ങൾ പരിശുദ്ധ പിതാക്കന്മാർ ഹേവോറോ ദിനങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വെണ്മയുടെ ദിനങ്ങൾ. പ്രത്യേക പഴയ നിയമകാലത്ത്, ഈ വലിയ നോമ്പിൻ്റെ കാലത്ത് വിശ്വാസം പഠിച്ച് പരിശുദ്ധ സഭയോട് ചേരുവാനായിട്ട് ആഗ്രഹിച്ച് വിശ്വാസ പഠനമൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം ഒരു മാമോദീസ ഏൽക്കുന്ന കാലം കൂടിയാണ് ഹേവോറോ ദിനങ്ങൾ എന്ന് പറയുന്നത്. ഈ ആഴ്ചകളൊക്കെയും ഹേവോറോ ദിനങ്ങൾ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ, ഈ വെണ്മയുടെ ദിനങ്ങൾ കൂടി കടന്നു പോകുമ്പോൾ മനസ്സിൽ വരേണ്ട ഒരു വലിയ ചിന്ത, കഴിഞ്ഞ 40 ദിവസത്തെ നോമ്പുകളും കഷ്ടാനുഭവ ആഴ്ചയിൽ കൂടി നാം ആർജിച്ച ആത്മീയ അനുഭവങ്ങൾ ഈസ്റ്ററോടെ, നോമ്പ് വീടലോടുകൂടി അവസാനിക്കുകയല്ല. ആ ആത്മീയ അനുഭവങ്ങളിൽ നിലനിൽക്കുവാൻ കഴിയുമ്പോഴാണ് ഓരോ നോമ്പും അർത്ഥവത്തായി തീരുന്നത്. ഈ വെണ്മയുടെ ദിവസങ്ങളിൽ കർത്താവിൻ്റെ തേജസ്കരണം സംഭവിച്ചതുപോലെ തന്നെ ശാരീരികവും ആത്മീയവുമായ വെണ്മയുടെ അനുഭവത്തിൽ വസിക്കുവാൻ ദൈവം തമ്പുരാൻ നമുക്ക് കരുത്ത് തരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. പ്രകാശമായവൻ്റെ, ഉയർത്തെഴുന്നേറ്റവൻ്റെ ആ വലിയ കതിരുകളെ ലോകത്തിൽ പ്രകാശിപ്പിക്കുന്നവരായി തീരുവാൻ നമുക്ക് ഇടയാകട്ടെ. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, ഈ ദിവസങ്ങളിലെ ഏവെങ്കേലിയൻ ഭാഗങ്ങളിൽ നാം വായിച്ചു കേൾക്കുന്ന ഒരു പ്രധാന സന്ദേശം, യഹൂദന്മാരെ പേടിച്ച് പല സ്ഥലങ്ങളിലായി കതകടച്ച് ഒന്നിച്ചുകൂടിയ ശിഷ്യന്മാരുടെ നടുവിൽ, കർത്താവിന് പ്രിയപ്പെട്ടവരുടെ നടുവിലേക്ക് കർത്താവ് എഴുന്നള്ളിയിട്ട് അവരോട് പറയുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. ആ ഭയപ്പാടിൻ്റെ, ആകുലതയുടെ നടുവിൽ ആണ് കർത്താവ് അവർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നത്, നിങ്ങൾക്ക് സമാധാനം. ഒരു നിമിഷം ശാന്തമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കിയേ. കർത്താവായ യേശു തമ്പുരാന്റെ ജനനത്തിന് മുമ്പ് വിശുദ്ധ കന്യകമറിയാമിനോട് വചനിപ്പിൻ്റെ അനുഭവങ്ങളിൽ ഗബ്രിയേൽ മാലാഖ വന്നറിയിക്കുമ്പോൾ പറയുന്നത്, കൃപ നിറഞ്ഞവളെ, നിനക്ക് സമാധാനം. യേശു തമ്പുരാന്റെ ജനനത്തിങ്കൽ മാലാഖമാർ പാടിയ ആ വലിയ ഗാനം നമുക്ക് ഓർമ്മയുണ്ട്. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. കർത്താവായ യേശു തമ്പുരാൻ വളർന്നു വരുമ്പോൾ പ്രസംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ആഴത്തിൽ പറഞ്ഞതും ഇതുതന്നെയാണ്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. കർത്താവായ യേശു തമ്പുരാൻ മരിച്ച് ഉയർത്തെഴുന്നേറ്റതിനു ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോഴും പറയുന്ന സന്ദേശം ഇതുതന്നെയാണ്, നിങ്ങൾക്ക് സമാധാനം. യേശു തമ്പുരാന്റെ മനുഷ്യാവതാരത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശം കൂടിയാണ് നിങ്ങൾക്ക് സമാധാനം എന്നുള്ളത്.
അതിൻ്റെ ഒരു മുന്നോടിയും മുന്നാസ്വാദനവുമാണ് വിശുദ്ധ കുർബാനയിൽ പട്ടക്കാരൻ എത്രയോ തവണയാണ് വിശുദ്ധങ്ങളെ, വിശുദ്ധ രഹസ്യങ്ങളെ ആവഹിച്ച് ആരാധനയിൽ സംബന്ധിക്കുന്ന ജനങ്ങളോട് പറയാണ്, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. മറുപടിയായിട്ട് എന്ത് പറയും? അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. അല്ല, മനുഷ്യകുലത്തിന് ഇത്രയധികം ജീവിതത്തിൽ ആവശ്യമുള്ള ഒരു സംഗതിയാണോ സമാധാനം എന്നുള്ളത്? പൗരോഹിത്യ ശുശ്രൂഷയിൽ പലപ്പോഴും ജീവിതത്തിൽ ചില ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ സങ്കടങ്ങളോ ഒക്കെ നേരിടേണ്ടി വരുന്നവർ ഞങ്ങളോട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആവശ്യപ്പെടുമ്പോൾ ഏറ്റവും കൂടുതൽ ചേർത്ത് വയ്ക്കുന്ന ഒരു വാചകം കൂടിയാണ്, അച്ഛാ, ജീവിതത്തിൽ ഒരു സമാധാനവുമില്ല. മനുഷ്യകുലത്തിന്, മനുഷ്യ ജീവിതത്തിന് ഏറ്റവും ആവശ്യമായ ഘടകങ്ങളിൽ ഒന്ന് തന്നെയാണ് സമാധാനം എന്നുള്ളത്. എന്നാൽ സമാധാനം എന്നുള്ളതിന് നമ്മൾ കൊടുക്കുന്ന നിർവചനവും യേശുതമ്പുരാൻ കൊടുക്കുന്ന നിർവചനത്തിനും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെ അല്ല. അപ്പോൾ നിശ്ചയമായും രണ്ട് തരത്തിലുള്ള സമാധാനമുണ്ട്. എന്താണ്? ലോകം തരുന്ന ഒരു സമാധാനമുണ്ട്, അല്ലലില്ലാത്ത 3 നേരത്തിന് 4 നേരം കഴിക്കാനുണ്ടെങ്കിൽ, മറ്റ് പ്രതിസന്ധികളില്ലെങ്കിൽ, ശാന്തമായിട്ടിരിക്കുന്നെങ്കിൽ നമ്മളൊക്കെ പറയും സമാധാനമാണ്, അല്ലേ? എന്നാൽ കർത്താവ് പറയുന്നു, ഇതല്ല സമാധാനം. നിങ്ങൾക്ക് ഈ ലോകം തരുന്ന സമാധാനം എന്ന് പറയുന്നത് ക്ഷണികമാണ്. ലോകം തരുന്ന സമാധാനം എന്ന് പറയുന്നത് കണ്ടീഷനിലാണ്, അല്ലേ? ചിലത് പാലിച്ചാൽ ചിലത്. മരുമക്കളോട് വഴക്കുണ്ടാക്കാതിരുന്നാൽ അമ്മായിയമ്മമാർക്കും ആ കുടുംബത്തിനും സമാധാനം കണ്ടീഷനിലാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതെ എൻ്റെ കാര്യം മാത്രം നോക്കിയിരുന്നാൽ സമാധാനം എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ ചില ദുഃഖസഖ്യങ്ങളുണ്ട്. സകല നന്മകളുടെ നടുവിലും ഒന്നുമല്ലാത്തവരായി ഇരിക്കേണ്ടി വരുന്ന ചില ജീവിതാനുഭവങ്ങളുണ്ട്. മക്കളുണ്ടോ? ഉണ്ട്. മരുമക്കളുണ്ടോ? ഉണ്ട്. കൊച്ചുമക്കളുണ്ടോ? ഉണ്ട്. ബന്ധക്കാരുണ്ടോ? ഉണ്ട്. സുഹൃത്തുക്കളുണ്ടോ? ഉണ്ട്. ഫേസ്ബുക്കിൽ 5000 ഫ്രണ്ട്സ് ഉണ്ടോ? ഉണ്ട്. ഫോളോവേഴ്സ് ഉണ്ടോ? ഉണ്ട്. പക്ഷെങ്കിൽ മനസ്സിൻ്റെ നൊമ്പരങ്ങളും ഭാരങ്ങളും പങ്കുവയ്ക്കുവാൻ ആരുമില്ലാത്ത ചില അനുഭവങ്ങളായി നമ്മുടെ ജീവിതങ്ങൾ മാറുകയാണ്. ഈ സന്ദർഭത്തിൽ ദൈവം തമ്പുരാൻ പകരുന്ന സമാധാനം, ദൈവം തമ്പുരാൻ സമാധാനം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ സമാധാനത്തിൽ നമുക്ക് എങ്ങനെ വസിക്കുവാൻ കഴിയും എന്നുള്ള ചില ചിന്തകൾ കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കാം. ഈ അടുത്ത കാലത്ത് വളരെയധികം ചർച്ചയായ ഒരു പുസ്തകമാണ് റേഡിയോ ജോക്കി കൂടിയായിരുന്ന എഴുത്തുകാരനായ ജോസഫ് അന്നംകുട്ടി ജോസ് എന്ന എഴുത്തുകാരൻ്റെ ഒരു പുസ്തകം. ആ പുസ്തകത്തിൻ്റെ പേരിങ്ങനെയാണ്, ആരും കാണാത്ത യുദ്ധങ്ങൾ. ആ പുസ്തകത്തിൻ്റെ പേരിങ്ങനെയാണ്, ആരും കാണാത്ത യുദ്ധങ്ങൾ. അതിൽ ഈ യുദ്ധത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് അദ്ദേഹം എഴുതിയതാണ്. അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ്, ഒരു രാജ്യത്തിൻ്റെയും അതിർത്തികളിലല്ല ഏറ്റവും വലിയ യുദ്ധങ്ങൾ നടക്കുന്നത്. ഒരു രാജ്യത്തിൻ്റെയും അതിർത്തികളിലല്ല ഏറ്റവും വലിയ യുദ്ധങ്ങൾ, കലാപങ്ങൾ നടക്കുന്നത്. എവിടെയാണ് ഏറ്റവും കൂടുതൽ യുദ്ധങ്ങൾ നടക്കുന്നത്? മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിലാണ് ഏറ്റവും വലിയ യുദ്ധങ്ങൾ നടക്കുന്നത്. അസമാധാനത്തിൻ്റെ, അസ്വസ്ഥതയുടെ, ഭാരങ്ങളുടെ, രോഗങ്ങളുടെ, നൊമ്പരങ്ങളുടെ, ആകുലതകളെ, നാളെപ്പറ്റിയുള്ള ചിന്തകളുടെ ഏറ്റവും വലിയ യുദ്ധങ്ങളും
സമാധാനക്കേടും ഇന്ന് കൊണ്ടു നടക്കുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മൾ എവിടെ പോയാലും ഈ യുദ്ധങ്ങൾ നമ്മുടെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങളോട് ഞാൻ പ്രസംഗിക്കുമ്പോഴും എൻ്റെ മുമ്പാകെ നിങ്ങൾ ഇരിക്കുമ്പോഴും ഈ മാധ്യമത്തിൽ കൂടി ലോകത്തിന് എല്ലാ മേഖലകളിൽ ഇരുന്ന് ഈ വചന ശുശ്രൂഷയിൽ ഭാഗമാക്കാവുമ്പോഴും നമ്മുടെ ഉള്ളിൽ ആരും കാണാത്ത വലിയ യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. ഈ യുദ്ധങ്ങൾ എങ്ങനെയാണൊന്ന് അവസാനിപ്പിക്കുക? ഒരുപക്ഷെങ്കിൽ ലോക നേതാക്കന്മാരുടെ മനസ്സുകളിൽ മാറ്റങ്ങൾ ഉണ്ടായാൽ വെടിനിർത്തലുകൾ ഉണ്ടാവും. പക്ഷെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിലെ യുദ്ധങ്ങൾ എങ്ങനെയാണ് അവസാനിപ്പിക്കാൻ കഴിയുക? അത് ദൈവത്തോടുള്ള ബന്ധത്തിലും ആത്മീയമായ കൂട്ടായ്മയിലും വേദപുസ്തകത്തോടുള്ള ബന്ധത്തിലും മാത്രമേ ഉള്ളിൻ്റെ ഉള്ളിലെ ചില യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ആ യുദ്ധങ്ങൾ അവസാനിക്കണമെങ്കിൽ, ആരും കാണാത്ത മനുഷ്യൻ്റെ ഉള്ളിലെ യുദ്ധങ്ങൾ അവസാനിക്കണമെങ്കിൽ അവിടെ ദൈവിക സമാധാനത്തിൻ്റെ അനുഭവം പേറുന്നവരായി നമുക്ക് മാറുവാനായിട്ട് ഇടയാകണം. പ്രിയമുള്ളവരെ, അധാർമികതയുടെയും അസമാധാനത്തിൻ്റെയും യുദ്ധശ്രുതികളുടെയും ഒക്കെ വാർത്തകൾ കേൾക്കുന്ന ഈ കാലഘട്ടത്തിൽ രാഷ്ട്രീയ സംവാദങ്ങളും അവകാശവാദങ്ങളും നേടുവാനും വെട്ടിപ്പിടിക്കുവാനും ഒക്കെ ഉള്ള ഓട്ടങ്ങളുടെ നടുവിൽ, രോഗങ്ങളുടെ നടുവിൽ, സാമ്പത്തിക പ്രതിസന്ധികളുടെ നടുവിൽ, മക്കളെ പറ്റിയുള്ള ആകുലതകളുടെ നടുവിൽ, മാനസികമായ അസ്വസ്ഥതകളുടെ നടുവിൽ ദൈവം തമ്പുരാൻ പകരുന്ന സമാധാനം നമുക്ക് ആവശ്യമാണ്. ഈ പകൽക്കാലം എനിക്ക് നിങ്ങളോടൊപ്പം ചിന്തിക്കുവാനായിട്ട് ദൈവത്തിൽ ശരണപ്പെടുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24 അധ്യായം അതിൻ്റെ 36 വാക്യമാണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24 അധ്യായം 36 വാക്യം. ഇങ്ങനെയാണ് വാക്യം: ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു തമ്പുരാൻ അവരുടെ നടുവിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. ഒരിക്കൽ കൂടി വായിക്കാം. ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു തമ്പുരാൻ അവരുടെ നടുവിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. എന്താണ് സമാധാനം? ഞാൻ പറഞ്ഞല്ലോ, ലോകം തരുന്ന സമാധാനവും ദൈവം തമ്പുരാൻ പകരുന്ന സമാധാനവും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. എന്താണ് സമാധാനം? ഒരു വളരെ പ്രസക്തമായ ഒരു കഥയുണ്ട്. ആ കഥയുടെ പേരിങ്ങനെയാണ്, ദ ആർട്ടിസ്റ്റ് ഡെഫിനിഷൻ എന്നുള്ളതാണ്. ഒരു മഹാനായ രാജാവ് സമാധാനത്തെപ്പറ്റി നിർവചിക്കാൻ ഒരു ചിത്ര രചനാ മത്സരം നടത്തി. എന്ന് പറഞ്ഞാൽ സമാധാനം എന്താണെന്ന് ഒരു പെയിന്റിങ്ങിലൂടെ ആ രാജാവിനെ ബോധ്യപ്പെടുത്തണം. ആ നാട്ടിലുള്ള, അടുത്തുള്ള രാജ്യത്തുള്ള എല്ലാ ചിത്രകാരന്മാരെയും അദ്ദേഹം വിളിച്ചുകൂട്ടി. വലിയ സമ്മാനങ്ങളൊക്കെ വാഗ്ദാനം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, യഥാർത്ഥ സമാധാനം എന്താണെന്ന് എനിക്ക് പകർന്നു നൽകുന്ന നല്ല ഒരു ചിത്രം ആര് വരയ്ക്കുന്നുവോ അവർക്ക് ഞാൻ ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ള സമ്മാനം നൽകും. ധാരാളം ചിത്രകാരന്മാർ പടം വരച്ചു. അതിൽ രാജാവിൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ ചേർന്ന് ഏറ്റവും അവസാനം രാജാവും ചേർന്ന് 2 പടം മാത്രം സെലക്ട് ചെയ്തു. ബാക്കിയെല്ലാം മാറ്റിക്കോളാൻ രാജാവ് പറഞ്ഞു. ആ 2 പടങ്ങൾ രാജാവ് ശ്രദ്ധിച്ചു നോക്കിയിട്ട് തൻ്റെ മന്ത്രിയോടും കൂടെ ഇരുന്നവരോടും പറഞ്ഞു, ഇതിൽ ഏതാണ് യഥാർത്ഥമായ സമാധാനം എന്ന ആശയം നമുക്ക് തരുന്ന പടം എന്ന് അദ്ദേഹം ചോദിച്ചു. ഒന്നാമത്തെ ക്യാൻവാസിലെ പടം ഇങ്ങനെയായിരുന്നു. വളരെ മനോഹരമായ ഒരു ചിത്രമായിരുന്നു ഒന്നാമത്തെ ക്യാൻവാസിൽ. വളരെ
സൗന്ദര്യം തുളുമ്പുന്ന ഒരു തടാകം, ഒരോളം പോലും ഇല്ലാതെ ശാന്തമായി കിടക്കുന്ന ഒരു തടാകം. ആ തടാകത്തിലെ വെള്ളത്തിൽ പോലും സമീപത്തുള്ള ആ മലനിരയുടെ പച്ചപ്പിൻ്റെ ആ വലിയ റിഫ്ലക്ഷൻ കാണാം. ഒരില പോലും അനങ്ങാത്ത വളരെ ശാന്ത സൗമ്യമായ ഒരു ചിത്രം. അപ്പോൾ ആ വരച്ച ആളെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, നോക്കൂ, ഈ ജലാശയത്തിൽ ഒരനക്കം പോലും ഇല്ല. നല്ല തെളിച്ചമുള്ള വെള്ളം, അതിനുള്ളിൽ മീനുകൾ നീന്തുന്നത് കാണാം. അതിനേക്കാൾ എൻ്റെ ആശയം, ആ നിൽക്കുന്ന മല പോലും ഇതിൽ റിഫ്ലക്റ്റ് ചെയ്ത് കാണുന്ന അത്ര ശാന്തമായ ഒരു പ്രകൃതിയുടെ അനുഭവമാണ് ഞാൻ വരച്ചേക്കുന്നത്. രാജാവ് രണ്ടാമത്തെ ചിത്രകാരനെ വിളിച്ചു. രണ്ടാമത്തെ ക്യാൻവാസിൽ അദ്ദേഹം വരച്ചിരിക്കുന്നത് വലിയ പാറക്കെട്ടുകളുള്ള ഒരു മല, അവിടെ നിന്ന് താഴേക്ക് ചാടുന്നൊരു വെള്ളച്ചാട്ടം, പതഞ്ഞ് ഒഴുകുന്ന, ആർത്തിരമ്പി ഒഴുകുന്ന ഒരു നദി. ഇതാണ് രണ്ടാമത്തെ ചിത്രകാരൻ വായിച്ചത്. രാജാവ് പറഞ്ഞു, സമാധാനത്തിന് പറ്റിയ ഏറ്റവും നല്ല പടം രണ്ടാമത്തേതാണ്. എല്ലാവരും ചോദിച്ചു, ഈ രാജാവ് എന്താണ് പറയുന്നത്? അപ്പം രാജാവ് പറഞ്ഞു, നിങ്ങൾ ഈ മലയും ഈ വെള്ളച്ചാട്ടവും ആർത്തിരമ്പുന്ന നദിയുമേ കണ്ടുള്ളൂ. പക്ഷെങ്കിൽ ആ മലയുടെ ഇടുക്കിന് നടുവിൽ ഒരു കുരുവി കൂട് വെച്ചിട്ടുണ്ട്. അതിലൊരു തള്ളക്കുരുവിയും അതിൽ കുറെ കുരുവി കുഞ്ഞുങ്ങളും. തള്ളക്കുരുവി ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു പടമാണ് അദ്ദേഹം വരച്ചത്. രാജാവ് പറഞ്ഞു, ഇതാണ് സമാധാനത്തിനെ വരച്ചു കാണിക്കാനുള്ള ഏറ്റവും വലിയ പടം. കാരണം അസമാധാനത്തിൽ കൂടി കടന്നു പോകുമ്പോഴും സ്വസ്ഥമായിട്ടിരിക്കാൻ കഴിയുന്നതാണ് യഥാർത്ഥ സമാധാനം. അസമാധാനത്തിൻ്റെ അനുഭവത്തിൽ കൂടി കടന്നു പോയിട്ടുള്ളവർക്ക് മാത്രമേ സമാധാനം എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലാകുള്ളൂ എന്നുള്ളത് വാസ്തവം. ഒരുപക്ഷെങ്കിൽ ഈ ഉയർപ്പ് പെരുന്നാളിൽ, ഉയർപ്പിൻ്റെ പ്രത്യേക ശുശ്രൂഷയിൽ സംബന്ധിച്ചവർക്ക് ആ ആശയം കൂടുതൽ മനസ്സിലാകും. അവിടെ ഉയർപ്പ് പെരുന്നാളിൻ്റെ പ്രധാന ശുശ്രൂഷയിൽ ഒരു പ്രമിയൂൻ സദറായുണ്ട്. ആ പ്രമിയൂൻ സദറായിൽ സമാധാനത്തെപ്പറ്റി വളരെ മനോഹരമായി അവിടെ പിതാക്കന്മാർ എഴുതി വച്ചേക്കുന്നത് ഇങ്ങനെയാണ്: നോഹയുടെ പെട്ടകത്തെ നീ ഉറപ്പിച്ചു, അത് നീ ഭൂമിക്ക് സമാധാനത്തിനായി നൽകി. നിന്റെ സമാധാനം ചെങ്കടലിൻ്റെ ഉള്ളിൽ വഴിയൊരുക്കി. നിന്റെ സമാധാനം ശിഷ്യന്മാരുടെ ഹൃദയത്തിൽ നിന്ന് ഭീതിയെ അകറ്റിക്കളഞ്ഞു. നിന്റെ സമാധാനം മനുഷ്യവർഗത്തിൻ്റെ മുഖത്തു നിന്ന് കണ്ണുനീര് തുടച്ചു കളഞ്ഞു. നിന്റെ സമാധാനം ശത്രുതയ്ക്കും വിദ്വേഷത്തെയും മായ്ച്ചു കളഞ്ഞ് തർക്കവും കലഹവും ദൂരീകരിക്കുന്ന അനുഭവങ്ങളാക്കി മാറ്റണം. എന്താണ് സമാധാനം? ചെങ്കടലിൽ വഴിയൊരുക്കുന്നതാണ് സമാധാനം. മിസ്രൈമിൽ നിന്ന് ഇറങ്ങി, മുമ്പിൽ ചെങ്കടൽ, പുറകിൽ ഫറവോന്റെ സൈന്യം. ഇസ്രായേൽ ജനത മുഴുവനും ആരെ ശപിച്ചിട്ടുണ്ടാവും? യഹോവയായ ദൈവത്തെയും അവൻ മുഖാന്തരം ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന മോശയും ശപിച്ചു. നീ ഈ ചെങ്കടലിൽ തള്ളിയിട്ട് കൊല്ലാനാണോ, ഫറവോന്റെ കൈ കൊണ്ട് ഞങ്ങളെ കൊല്ലാനാണോ കൊണ്ടുവന്നത്? മോശയ്ക്ക് അറിയില്ല എന്ത് ചെയ്യണമെന്ന്. ദൈവം തമ്പുരാൻ പറഞ്ഞു, നിന്റെ കയ്യിലിരിക്കുന്ന വടിയെടുത്ത് ചെങ്കടലിനെ അടിക്കുക. ആ പ്രതിസന്ധികളുടെ നടുവിൽ, ആ ആകുലതകളുടെ നടുവിൽ, ഇനി മറ്റൊരു വഴിയുമില്ല എന്ന തോന്നലിൻ്റെ നടുവിൽ ദൈവം ഇടപെടുന്നതാണ് സമാധാനം. അല്ലാതെ അല്ലലില്ലാത്ത, രോഗമില്ലാത്ത, കുറവുകളില്ലാത്ത, യുദ്ധമില്ലാത്ത,
അവസ്ഥകൾക്കല്ല സമാധാനം എന്ന് പറയുന്നത്. 3 നേരത്തിന് 4 നേരം കഴിക്കാനുണ്ടാവുന്ന അനുഭവമല്ല യഥാർത്ഥ സമാധാനം എന്ന് പറയുന്നത്. ചില രോഗങ്ങളുടെ നടുവിൽ കൂടി കടന്നു പോകുമ്പോഴും ദൈവം തരുന്ന സൗഖ്യമില്ലേ? മക്കളെ പറ്റിയുള്ള ആകുലതകളുടെ നടുവിലും ദൈവം ഒരുക്കുന്ന ചില വഴികളില്ലേ? ആർക്കും മനസ്സിലാകാത്ത, ആരോടും നമ്മുടെ നിസ്സഹായത പറഞ്ഞിട്ടും മനസ്സിലാകാത്ത നമ്മുടെ ചില നിസ്സഹായ അവസ്ഥകളിൽ ദൈവം ഒരുക്കുന്ന ചില കരുതലില്ലേ? ഉറ്റവരും പ്രിയപ്പെട്ടവരും ഒക്കെ മരണം വഴിയായി വേർപെട്ടു പോകുമ്പോൾ എൻ്റെ മക്കളെ എങ്ങനെയോ വളർത്തുമെന്നോർത്ത് കരഞ്ഞ നിമിഷങ്ങളില്ലേ? ജീവിത പങ്കാളികൾ പോലും നമ്മുടെ നിരപരാധിത്വം തിരിച്ചറിയാതെ ഇരുന്ന നിമിഷങ്ങളില്ലേ? ചെയ്യാത്ത കുറ്റങ്ങൾക്ക് പഴി കേൾക്കേണ്ടി വന്നിട്ടില്ലേ? ആ സമയങ്ങളിലൊക്കെയും ദൈവം തമ്പുരാൻ ഒഴുക്കുന്ന ഒരു സമാധാനം ഉണ്ട്. ചിലരൊറ്റയ്ക്ക് കഴിഞ്ഞാലും, ചിലർ കടത്തിണ്ണകളിൽ ഉറങ്ങിയാലും, പുറത്ത് കൊതുകുണ്ട്, നായ്ക്കളുണ്ട്, എങ്കിലും ചില ആളുകൾ വളരെ സമാധാനത്തോടെ ചില കടത്തിണ്ണകളിൽ കിടന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങും. 2 നില വീടിനകത്ത് AC-ക്കകത്ത് ലക്ഷങ്ങൾ വരുന്ന മെത്തയിൽ കിടന്ന് നമ്മൾ ഉറങ്ങുന്നതിനേക്കാൾ സമാധാനമായിട്ട് ഉറങ്ങുന്ന ചിലർ വഴിയിറകുകൾ ഉണ്ട്. പ്രിയമുള്ളവരെ, ദൈവം തരുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ, അത് നമ്മൾ ചിന്തിക്കുന്നതിലും നമ്മൾ സ്വപ്നം കാണുന്നതിലും ഒക്കെ ഉപരിയാണ്. ദൈവം തരുന്ന സമാധാനം, അതാണ് നമുക്ക് ആവശ്യം. പ്രിയമുള്ളവരെ, വേദപുസ്തകത്തിൻ്റെ ഓരോ കഥാപാത്രങ്ങൾ, വേദപുസ്തകത്തിലെ ഓരോ വ്യക്തിത്വങ്ങളെ നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ അവരുടെയൊക്കെ ജീവിതത്തിൽ അവർ നേടിയ ചില സമാധാനമുണ്ട്. എന്താണ് ദൈവം തരുന്ന സമാധാനത്തിൻ്റെ പ്രത്യേകത? ആ സമാധാനം എന്തിന് നമ്മൾ ആഗ്രഹിക്കണം? ആ സമാധാനം എന്തിന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം? ചില പ്രത്യേകതകൾ മാത്രം ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കട്ടെ. ഒന്ന്, ദൈവം തരുന്ന സമാധാനത്തെ പറ്റി പറയുമ്പോൾ ദൈവത്തിലുള്ള വിശ്വാസവും പ്രത്യാശയും ആണ് ഒരു മനുഷ്യനെ സമാധാനത്തിൽ ഉറപ്പിക്കുന്നത്. ദൈവത്തോടുള്ള വിശ്വാസം, ദൈവത്തിലുള്ള പ്രത്യാശ എനിക്ക് നിങ്ങൾക്ക് ഉണ്ടോ, അവിടെ നാം അറിയാതെ ദൈവത്തിൻ്റെ സമാധാനം നമ്മളിലേക്ക് പകരപ്പെടുകയാണ്. വേദപുസ്തകത്തിൽ ഏറ്റവും മനോഹരമായൊരു ഉദാഹരണം അത് അബ്രഹാമിൻ്റെ ജീവിതമാണ്. അബ്രഹാമിന് വാർദ്ധക്യത്തിൽ അബ്രഹാമിൻ്റെയും സാറയുടെയും ദീർഘനാളത്തെ പ്രാർത്ഥനയുടെ ഉത്തരമായിരുന്നു ഒരു മകൻ. ആരായിരുന്നു? ഇസഹാക്കായ മകൻ. അവൻ്റെ വളർച്ചയിൽ ദൈവം തമ്പുരാൻ അവനെ ഒന്ന് ശോധന ചെയ്യാൻ തീരുമാനിച്ചു. അവനോട് എന്തു പറഞ്ഞു? നിനക്ക് പ്രാർത്ഥിച്ച് കിട്ടിയ, വാർദ്ധക്യത്തിൽ കിട്ടിയ നിന്റെ അവകാശമാവുന്ന ഈ മകനെ എനിക്ക് ബലി കഴിക്കണം. ഒന്ന് ഓർത്തു നോക്കിയേ, തൻ്റെ ഏകജാതനായ മകൻ, ആ മകൻ്റെ തലയിൽ യാഗത്തിനുള്ള വിറകുകളെ കെട്ടി ഒരപ്പൻ വെക്കുമ്പം ആ അപ്പൻ്റെ നെഞ്ച് എത്രമാത്രം പിടഞ്ഞിട്ടുണ്ടാവും. അതിനേക്കാൾ കത്തി കൊണ്ട് കുത്തുന്നതിനേക്കാൾ വലിയൊരു ചോദ്യം മോൻ ചോദിച്ചു. എന്താ ചോദിച്ചത്? അപ്പാ, യാഗത്തിനുള്ള വിറകുണ്ട്, കത്തിയുണ്ട്, തീയുണ്ട്, പക്ഷെങ്കിൽ അറക്കാനുള്ള ആടെവിടെ? എൻ്റെ ഒരു ചിന്ത, ഒരു പക്ഷെങ്കിൽ അബ്രഹാം ഒരു സാധാരണ മനുഷ്യനായിരുന്നെങ്കിൽ തകർന്നു പോകേക്കാവുന്നൊരു ചോദ്യമാണ്. അബ്രഹാമിൻ്റെ ഉള്ളിൽ നൊമ്പരം ഉണ്ടായേക്കാം. പക്ഷെങ്കിൽ അബ്രഹാം പറഞ്ഞു, ദൈവം തമ്പുരാൻ അതിനെ ഒരുക്കിക്കൊള്ളും. ഒരു വെറും വാക്കല്ല. അബ്രഹാം ആ വിശ്വാസത്തിൻ്റെ പിതാവായി നിന്നുകൊണ്ട് മുമ്പിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാത്ത ആകുലതകളും നെഞ്ചിൻ്റെ നീറ്റലും അബ്രഹാമിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. തനിക്ക് വാർദ്ധക്യത്തിൽ കിട്ടിയ മകൻ, അവനെ ബലി കഴിക്കാൻ കൊണ്ടുപോകുമ്പോൾ ആ പിതാവിൻ്റെ ഉള്ളു പിടഞ്ഞിട്ടുണ്ട്. എങ്കിലും അതിനേക്കാൾ വലിയ വിശ്വാസമായിരുന്നു വാർദ്ധക്യത്തിൽ ഒരു മകനെ കൊടുക്കുവാൻ കഴിയുന്ന ദൈവം അതിന്
മറുമരുന്ന് കരുതിക്കൊള്ളുമെന്ന് വലിയ പ്രത്യാശയും ഉറപ്പും ആർക്കുണ്ടായിരുന്നു? അബ്രഹാമിനുണ്ടായിരുന്നു. അവൻ സ്വപ്നം കണ്ടതിനേക്കാൾ കൂടുതൽ ദൈവം തമ്പുരാൻ ആ മോറിയ മലയുടെ മകളിൽ അവനു വേണ്ടി ഒരുക്കുന്ന ആ ആട്ടിൻകുട്ടിയെ ഒരുക്കുന്ന അനുഭവമാണ് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ചങ്ക് തകരുന്ന അനുഭവത്തിൽ, നെഞ്ചു നീറുന്ന അനുഭവത്തിൽ അബ്രഹാമിന് സമാധാനമായിട്ട് ഈ മലയുടെ മുകളിലേക്ക് എങ്ങനെ നടക്കാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ അതാണ് ദൈവം പകർന്ന സമാധാനം. എൻ്റെ ദൈവം എന്നെ കാക്കും, എന്നെ പോറ്റും, എനിക്ക് വേണ്ടി കരുതും എന്ന പ്രത്യാശയാണ്. അല്ലേ? തൊട്ടടുത്ത നിമിഷം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. മകനെ നഷ്ടപ്പെടുമോ എന്നറിയില്ല. എങ്കിലും യഹോവയിലുള്ള ആ വലിയ വിശ്വാസം, ആ വലിയ പ്രത്യാശ അബ്രഹാമിൻ്റെ ജീവിതത്തെ ബലപ്പെടുത്തുകയാണ്. വളരെ സങ്കടത്തോടെ ഞാൻ നിങ്ങളോടൊരു കാര്യം പങ്കുവയ്ക്കട്ടെ. ഇന്ന് ഒരു പുതിയ തലമുറകളെ നമ്മുടെ പുതിയ തലമുറകളെ ഒരു പേരൻറ്റിങ് എന്ന് പറയുന്നത് വലിയൊരു ബാലികേറാമലയാണ്. പണ്ട് 8ഉം 10ഉം മക്കളുള്ള ഒരു വീട്ടിൽ വളർത്തിയാലും ഇല്ലെങ്കിലും അവരങ്ങ് വളരും എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കരുത്. അപ്പനും അമ്മയും നോക്കിയില്ലെങ്കിലും മൂത്തവരൊക്കെ കൊച്ചുമക്കളെ ഒക്കെ നോക്കി അവരെ അങ്ങ് വളർത്തും ഒരു കുടുംബമായിട്ട് കഴിയുമ്പോൾ. ഇന്ന് നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ ഒരു മുറിയേ ഉള്ളൂ. അവരെ സ്നേഹിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, വടിയെടുക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വയ്യാത്തൊരു കാലഘട്ടത്തിലല്ലേ. ജെൻ സി, ജെൻ ആൽഫ എന്നൊക്കെ പുതിയ ഭാഷയിൽ പറയും അല്ലേ. ഒന്നിനെ പറ്റിയും അവർക്ക് ആകുലതയില്ല. ഇന്ന് പൗരോഹിത്യ ശുശ്രൂഷയിൽ പുതിയ തലമുറയിൽപ്പെട്ട കുഞ്ഞുങ്ങളെ കാണുമ്പം 2 എക്സ്ട്രീം ലെവലിലുള്ള കുഞ്ഞുങ്ങളെ ഉള്ളൂ. ഒന്ന്, എന്തിന് പള്ളി വരണം, എന്തിന് ആരാധനയ്ക്ക് വരണം. അപ്പം പറഞ്ഞാലും കേൾക്കില്ല, അമ്മ പറഞ്ഞാലും കേൾക്കില്ല, അച്ഛൻ പറഞ്ഞാലും കേൾക്കില്ല. ഇങ്ങനെ ഒരു കൂട്ടര്. ഉപദേശിച്ചിട്ടും കാര്യമില്ല, വടിയെടുത്തിട്ടും കാര്യമില്ല. അമ്മയെ വേണമെങ്കിൽ രാവിലെ പള്ളി കൊണ്ട് വിടും, പിന്നെ എവിടെ പോകുന്നു എന്ന് ചോദിക്കരുത്. ഇങ്ങനെ ഒരു തലമുറ. രണ്ടാമത്തെ എക്സ്ട്രീം ലെവൽ എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിൽ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും വിശ്വാസപരമായ ചോദ്യങ്ങൾക്കും ഇന്ന് നമ്മൾ പഠിച്ച പുസ്തകങ്ങളൊന്നും പോരാ. അത്രയ്ക്ക് ആഴമായി വിശ്വാസത്തെ പറ്റി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തലമുറ. വളരെ ചുരുക്കം ചില ആളുകൾ അങ്ങനെ ഉണ്ട് പുതിയ തലമുറയിൽ. എന്തെല്ലാം സംശയങ്ങളാണ് അവർക്കെന്നറിയാമോ? ഈ 2 എക്സ്ട്രീം ലെവലിലുള്ളവരേ ഉള്ളൂ, ഇടയ്ക്കുള്ളവരില്ല. ഇതൊരു വലിയ അപകടം. ചില സംശയങ്ങൾ അവർക്ക് നമുക്ക് നിവർത്തിച്ചു കൊടുക്കാൻ കഴിയാത്തത്ര സംശയങ്ങളുള്ള ഒരു പുതിയ തലമുറ. മറ്റിടത്ത് ഇതൊന്നും വേണ്ട എന്ന് പറയുന്നവർ. പ്രിയമുള്ളവരെ, ദൈവത്തിലുള്ള വിശ്വാസം, പ്രത്യാശ അത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാവും, നൊമ്പരങ്ങളുണ്ടാവും. ഇനി അടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്നു എന്നറിയാൻ വയ്യാത്ത ചില നൊമ്പരങ്ങളുണ്ടാവാം. അവിടെയൊക്കെ ദൈവാശ്രയ ബോധത്തോടുകൂടി ഓരോ ചുവടും അബ്രഹാമിനെ പോലെ വയ്ക്കുവാൻ നമ്മുടെ പുതിയ തലമുറയ്ക്ക് ചില അനുഭവങ്ങളെ പകർന്നു കൊടുക്കുവാൻ നമുക്ക് കഴിയണം. നമ്മൾ പണ്ട് വല്യപ്പന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്, ചൊല്ലും ചോറും കൊടുക്കണമെന്നല്ലേ. ചൊല്ലും ചോറും അല്ലേ. ദൈവം നടത്തിയ വിധങ്ങളും പ്രതിസന്ധികളിൽ അതിനെ അതിജീവിച്ച വഴികളും ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് പലർക്കും അറിയാം. പക്ഷെ നമ്മുടെ മക്കൾക്ക് അതറിയാമോ എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ഒരു റിസൾട്ട് എന്ന് പറയാം. നിങ്ങളെക്കാൾ ആത്മീയ അനുഭവമുള്ള മക്കൾ നിങ്ങൾക്കുണ്ടാകുന്നെങ്കിൽ നമ്മുടെ ജീവിതം സമ്പൂർണമായി എന്ന് പറയാം. ഇല്ലെങ്കിൽ നമ്മൾ ഇനിയും വളരേണ്ടിയിരിക്കുന്നു, അവരെ വളർത്തേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ്. പ്രിയമുള്ളവരെ,
അബ്രഹാമിൻ്റെ ജീവിതം നമുക്ക് മുമ്പിൽ ഒരു മാതൃകയാണ്. ദൈവത്തിലുള്ള വിശ്വാസം, പ്രത്യാശ, അത് ദൈവത്തിൻ്റെ സമാധാനത്തെ നമുക്ക് പകർന്നു തരുന്നതാണ്. രണ്ടാമത്, കഷ്ടതകളിൽ കുരിശിൻ്റെ നിഴൽ പകരുന്നതാണ് സമാധാനം. ചില സങ്കടങ്ങളിൽ കുരിശിൻ്റെ നിഴൽ അത് തരുന്ന ഒരു തണലാണ് സമാധാനം എന്ന് പറയാം. ഒന്ന് ഓർത്തു നോക്കിയേ, ഇത്ര ഭാരമേറിയ കുരിശും പേറിക്കൊണ്ട് കർത്താവ് പോകുമ്പോൾ കർത്താവിന് പിറുപിറുക്കാനായിട്ടൊന്നുമില്ലായിരുന്നു, ആരോടും പരിഭവം ഇല്ലായിരുന്നു. എനിക്ക് വേണ്ടി അല്ല എന്നുള്ള ബോധ്യം കർത്താവിന് നല്ലവണ്ണം അറിയാം. ആർക്കു വേണ്ടിയായിരുന്നു? എനിക്കും നിങ്ങൾക്കും വേണ്ടിയാ, അല്ലേ? എങ്കിലും കഷ്ടപ്പാടുകളിലും സങ്കടങ്ങളിലും കുരിശിൻ്റെ നിഴൽ നമുക്ക് തരുന്ന തണല് അതൊരു സമാധാനമാണ്. ഇങ്ങനെ പറയാൻ കാരണം, ദാനിയേൽ എന്നൊരു മനുഷ്യനെ പഴയ നിയമത്തിൽ നമുക്കറിയാം. കൊട്ടാരത്തിൽ വളർത്തപ്പെടുകയാണ്. ദാനിയേല് രാജാവിൻ്റെ ബിംബത്തെ ആരാധിക്കാഞ്ഞപ്പോൾ സിംഹക്കുഴിയിലേക്ക് വിധിക്കപ്പെട്ടു. കഷ്ടപ്പാടുണ്ട്, മുമ്പിൽ മരണമാണ്, കടിച്ചു കീറുന്ന സിംഹങ്ങളുണ്ട്. ഈ സിംഹക്കൂട്ടിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോഴും ഒരു മനുഷ്യന് സമാധാനം എവിടുന്നാണ് കിട്ടുക? അതേപോലെ 3 പൈതങ്ങളെ പറ്റിയും വേദഭാഗത്തിൽ പറയുന്നുണ്ടല്ലോ. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ. അവരെ തീച്ചൂളയിലേക്ക് വലിച്ചെറിയാൻ ചെന്നവർ, തീയുടെ ചൂള വലിയ ശക്തി പ്രാപിച്ചു, കൊണ്ടിടാൻ ചെന്നവര് വെന്തുപോയി. അത്രമാത്രം മരണത്തിൻ്റെ മുമ്പിലും സമാധാനത്തോടൊരു മനുഷ്യൻ എങ്ങനെയാ ജീവിക്കാൻ കഴിയുക? പ്രിയമുള്ളവരെ, ആ കഷ്ടതകളുടെ നടുവിൽ കുരിശിൻ്റെ ചുവടും കുരിശിൻ്റെ തണലും, ദൈവത്തിൻ്റെ വലിയ തണല് നമുക്ക് സമാധാനമാണ്. ഈ ശദ്രക്കും മേശക്കും അബേദ്നെഗോവും അതോടൊപ്പം ദാനിയേലും ഒക്കെ അവര് നേരിട്ട ഒരു സമാധാനമുണ്ട്. ഒന്ന് കുറെ കൂടി പറഞ്ഞാൽ, പുതിയ നിയമത്തിൽ വളരെ മനോഹരമായ ഒരു വ്യക്തിത്വം കൂടിയുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളിൽ സ്തേഫാനോസ് ശമ്മാശൻ. അപ്പോസ്തല പ്രവൃത്തികളിൽ സ്തേഫാനോസ് ശമ്മാശനെ ചുറ്റിനും നിന്ന് കല്ലെറിയുമ്പോൾ സ്തേഫാനോസ് സഹതയുടെ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മുട്ടുകുത്തി കൈ മലർത്തി സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥിക്കുന്ന സമയത്തും ആളുകൾ എറിഞ്ഞ കല്ലുകൊണ്ട് തലയിൽ നിന്ന് ചോര ധാരധാരയായി ഒഴുകുന്നുണ്ട്. ഈ സ്തേഫാനോസ് സഹതയെ പറ്റി വേദപുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യം, സ്തേഫാനോസ് സഹത ഈ കല്ലേറേൽക്കുമ്പോൾ, എറിഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ സ്തേഫാനോസ് സഹത ഒരു വലിയ ദർശനം കാണുകയാണ്. ചുറ്റിനും നിന്ന് ആളുകൾ കല്ലെറിയുമ്പോൾ സ്തേഫാനോസ് സഹത കാണുന്നത് സ്വർഗം തുറന്നതും പിതാവായ ദൈവത്തെയും പുത്രനായ ദൈവവും സ്വർഗത്തിലിരിക്കുന്നത് കാണുന്ന ഒരനുഭവം. നമ്മുടെയൊക്കെ കൈവിരലുകൾ കതകിൻ്റെ ഇടയ്ക്കോ കാറിൻ്റെ ഡോറിലോ പോയാൽ നമ്മൾ പറയും, എന്താ, വേദന കൊണ്ട് ഞാൻ സ്വർഗം കണ്ടു, അല്ലേ? സ്തേഫാനോസ് സഹതയോ ശരിക്കുള്ള സ്വർഗം കണ്ട, സ്വർഗത്തിലിരിക്കുന്ന പിതാവാം ദൈവത്തെയും പുത്രനായ ദൈവത്തെയും കണ്ടു എന്ന് പറഞ്ഞാൽ, സ്തേഫാനോസ് സഹത ഈ ലോകത്തിൻ്റെ കല്ലേറുകൾ ഏറ്റുകൊണ്ടിരിക്കുമ്പോഴും അതിനേക്കാൾ സന്തോഷമുള്ള ഒരെണ്ണം സ്വർഗത്തിൽ കാണുകയാണ്. നിങ്ങൾക്ക് ചിലപ്പം പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാകും. നമ്മുടെ വീട്ടിലൊക്കെ വളരെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഒരു വാശി പിടിച്ച് പലതിനു വേണ്ടിയും കരയും. കണ്ണീരൊരപ്പിച്ച് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പം അവർക്ക് ഇഷ്ടമുള്ള ഒരു കളിപ്പാട്ടം എടുത്ത് അവരുടെ കയ്യിലോട്ട് കൊടുത്തേ, ആ സെക്കൻഡിൽ കഴിഞ്ഞു. ഇനി നിങ്ങൾ അന്നേരം തന്നെ അതൊന്ന് പിടിച്ചു വാങ്ങിച്ചേ, നമ്മുടെ കീ ഓണാക്കുന്നത് പോലെ അന്നേരം തന്നെ കരയാൻ തുടങ്ങും.
ചില വേദനകളെക്കാൾ കൂടുതൽ ഉള്ളിൽ സന്തോഷം പകരുന്ന കാഴ്ചകളാണ് സ്തെഫാനോസ് സഹദ കണ്ടത്. സ്വർഗം തുറന്ന് പിതാവായ ദൈവത്തെയും പുത്രനായ ദൈവത്തെയും കാണുമ്പോൾ ചുറ്റിനു നിന്ന് കല്ലെറിയുന്നവരാരാണെന്ന് കാണാൻ സ്തെഫാനോസ് സഹദയ്ക്ക് എവിടെയാണ് സമയം? പരിശുദ്ധ സഭയുടെ ആദ്യ രക്തസാക്ഷിയാണ്. പ്രിയമുള്ളവരെ, കഷ്ടതകൾ ഉണ്ടാവാം, മറ്റുള്ളവരെ കല്ലെറിയുന്നുണ്ടാവാം, വലിയ തീച്ചൂളയുടെ ആഴങ്ങളിലേക്ക് കൊണ്ടെറിയപ്പെടുന്നവരുണ്ടാവാം. പക്ഷെങ്കിൽ ആ തീച്ചൂളയുടെ ഉള്ളിലും എൻ്റെ കൂടെ നടക്കാൻ ഒരു ദൈവമുണ്ട് എന്ന വലിയ പ്രത്യാശയാണ് അവരുടെ സമാധാനം. കൊണ്ടിട്ടവൻ പൊള്ളിപ്പോയി, വെന്തുപോയി. പക്ഷെങ്കിൽ എറിഞ്ഞവൻ അതിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ദൂതനോട് സമനായവനോടൊത്ത് സംസാരിക്കുന്നത് മറ്റുള്ളവർ കാണേണ്ടി വരുന്ന അനുഭവമാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ കുരിശിൻ്റെ നിഴലിലാണോ, ആ തണലിലാണോ നിങ്ങൾ അഭയം പ്രാപിക്കുന്നത്? നമുക്ക് വേണ്ടി കഷ്ടപ്പാടേറ്റ, സങ്കടങ്ങളേറ്റ, ആണികൾ തറയ്ക്കപ്പെട്ട ആ ക്രിസ്തുവിൻ്റെ തണലിൽ നിങ്ങൾ അഭയം പ്രാപിക്കുമ്പോൾ ഞാനും നിങ്ങളും അറിയാതെ തന്നെ ഒരു സമാധാനം നമ്മുടെ ഉള്ളിലേക്ക് പകരപ്പെടുകയാണ്. അത് ദാനിയേലിനെ പോലെ കടിച്ചു കീറുന്ന സിംഹങ്ങളുടെ നടുവിലും എരിയുന്ന തീച്ചൂളയുടെ നടുവിലും കല്ലെറിയുന്ന മറ്റുള്ള ആളുകളുടെ മുമ്പിൽ സ്തെഫാനോസ് സഹദ കണ്ട സമാധാനം, മരണത്തിൻ്റെ മുമ്പിലും സമാധാനം കണ്ടെത്താൻ കഴിയുന്നതാണ് ആ ദൈവിക സമാധാനത്തിൻ്റെ കരുത്ത് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ദൈവത്തിൻ്റെ വിശ്വാസവും പ്രത്യാശയും ഒരു മനുഷ്യന് സമാധാനത്താൽ ഉറപ്പിക്കുന്നുണ്ട്. കഷ്ടതകളിൽ കുരിശിൻ്റെ നിഴലാണ് ഒരു മനുഷ്യൻ്റെ സമാധാനം എന്ന് പറയുന്നത്. മൂന്നാമത്, ആരാധനയിൽ കൂടി പകരപ്പെടുന്ന ആത്മീയ ആനന്ദമാണ് സമാധാനം. ആരാധനയിൽ കൂടി പകരപ്പെടുന്ന ഒരു സമാധാനമുണ്ട്. ആചാര്യൻ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറയുന്ന സമാധാനം മാത്രമല്ല. ഒരു സംഭവം നിങ്ങൾക്ക് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. കാരാഗൃഹത്തിൽ പൗലോസും ശീലാസും ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ് കാരാഗൃഹത്തിൽ. നമ്മൾ പാടും, അപ്പോസ്തോലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി, ബന്ധിതരെല്ലാം മോചിതരായല്ലോ, അല്ലേ? മരണത്തിൻ്റെ അനുഭവങ്ങളിൽ ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കപ്പെടുമ്പോൾ, കാരാഗൃഹത്തിൽ പൂട്ടപ്പെടുമ്പോൾ, ഈ കാരാഗൃഹത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു സിനിമ നടൻ കൂടിയായ ഇന്ദ്രൻസ് തൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ ഒരു മുറിയിൽ കയറി അകത്തുനിന്ന് കുറ്റിയിട്ട് കിടന്നാൽ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാം. നിങ്ങളൊരു മുറി കയറിയിട്ട് വെളിയിൽ നിന്ന് ആരെങ്കിലും ആണ് കുറ്റിയിടുന്നെങ്കിലോ നിങ്ങൾക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റൂല. എന്താ കാര്യം? അക്ഷരാർത്ഥത്തിൽ രണ്ടും കതവ് അടയ്ക്കതല്ലേ. എന്നാൽ ഒരു മുറിയുടെ ഉള്ളിൽ കയറി നമ്മൾ കുറ്റിയിടുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളപ്പം തുറക്കാം. എന്നാൽ ഒരു മുറിയിൽ കയറി വേറെ ഒരാൾ നമ്മുടെ പുറത്തു നിന്ന് കതവിൻ്റെ കുറ്റിയിട്ടാൽ നമുക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ കഴിയില്ല. അതൊരു സൈക്കോളജി എന്ന് പറയുന്നത് പോലെയാണ്. കാരാഗൃഹത്തിൻ്റെ ഉള്ളിൽ ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കപ്പെടുമ്പോഴും പൗലോസും ശീലാസും രാത്രിയുടെ യാമങ്ങളിൽ എന്ത് ചെയ്തു? ആരാധിച്ചു, ദൈവത്തെ ആരാധിക്കുക. ആ ആരാധന എന്ന് പറയുന്നത് സമാധാനമാണ്. ഇനി പകൽക്കാലം ഇത്രയും പേര് ഇവിടെ ഇരിപ്പുണ്ടല്ലോ, എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഇവിടെ കടന്നു വന്നത്? നമുക്കൊരു വശത്ത് സങ്കടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, മറ്റാരോടും പങ്കുവയ്ക്കാൻ വയ്യാത്ത നൊമ്പരങ്ങളുണ്ട്, വൈഷമ്യങ്ങളുണ്ട്, നാളെപ്പറ്റി ആകുലതകളുണ്ട്, സാമ്പത്തികമായ പ്രതിസന്ധികളുണ്ട്, ആത്മഹത്യയെപ്പറ്റി പോലും ചിന്തിക്കുന്ന അനുഭവങ്ങളുണ്ടാവാം. പക്ഷെങ്കിൽ
ഈ ദേവാലയത്തിൽ വന്നിരിക്കുമ്പോൾ ഈ പരിശുദ്ധന്റെ പരിമല തിരുമേനിയുടെ കബറിനോട് ചേർന്ന് അല്പസമയം വന്ന് ഇരുന്നിട്ട് പോകുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ, അതാണ് ദൈവിക സമാധാനം. അത് ലോകം തരുന്നത് പോലെ അല്ല. ഒന്നും നേടിയിട്ടല്ല നമ്മൾ ഇവിടുന്ന് പോകുന്നതാണോ? നമ്മുടെ വിഷമങ്ങൾ ദൈവസന്നിധിയിലൂടെ പകർന്നിട്ടുണ്ട്, പ്രത്യാശയുണ്ട്, നമുക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്. ആ പരിശുദ്ധന്റെ മധ്യസ്ഥതയിൽ കഴിഞ്ഞ നാളുകളിൽ നമുക്ക് പകർന്നു നൽകിയ അനുഭവങ്ങളെ പറ്റിയുള്ള വിശ്വാസമുണ്ട്. ആ മധ്യസ്ഥതയെ പറ്റി നമുക്ക് വലിയ പ്രതീക്ഷകളുണ്ട്. എങ്കിലും ഇവിടെ അല്പസമയം ഇരുന്ന് നമ്മുടെ ആവശ്യഭാരങ്ങൾ ദൈവസന്നിധിയിലേക്ക് പകർന്നിട്ട് പോകുമ്പോൾ അതെല്ലാം നടന്നിട്ടല്ല പോകുന്നതെങ്കിലും ഇവിടെ നിന്ന് പോകുമ്പം ഒരു സമാധാനമുണ്ടല്ലേ. ആ സമാധാനം കുറേ നേരം നമ്മളോട് കൂടെ ഉണ്ടാവും. പ്രിയമുള്ളവരെ, ആരാധനയിൽ പകരപ്പെടുന്ന ഒരു സമാധാനമുണ്ട്. അത് ലോകം തരുന്നത് പോലെയുള്ള സമാധാനമല്ല. ചങ്ങല പൊട്ടുന്ന, ബന്ധിതർ വിടുതൽ പ്രാപിക്കുന്ന, കാരാഗൃഹത്തിൻ്റെ വാതിലുകൾ തുറന്നു കിട്ടുന്ന, ആ സകല പൈശാചിക ബന്ധനങ്ങളെയും അഴിച്ചു കളയുന്ന ഒരു ജീവന്റെ തുടിപ്പ് ഈ സമാധാനത്തിൻ്റെ ഉള്ളിലുണ്ട്. ആ സമാധാനമാണ് ദൈവം പകരുന്ന സമാധാനം. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെ അല്ല എന്ന് പറയുവാനായിട്ട് കാര്യം. പ്രിയമുള്ളവരെ, ഇവിടെയും ഈ സമാധാനത്തെ പറ്റി പറയുമ്പോൾ ഓർക്കുക, ഈ സമാധാനത്തിന് വേണ്ടി നിങ്ങൾ വേറെ എങ്ങും അന്വേഷിച്ചു പോകണ്ട, ഒന്നും ചെയ്യണ്ട. ആത്മാർത്ഥതയുള്ള മനസ്സോടെ, ശരീരവെടിപ്പോടെ, ആഗ്രഹത്തോടെ ആ ദേവാലയത്തിൻ്റെ സന്നിധിയോളം, ബലിപീഠത്തിൻ്റെ സന്നിധിയോളം വിശുദ്ധരായി ജീവിച്ച പിതാക്കന്മാരുടെ കബറിടത്തോളം എത്തുന്നത് ഒരു മനുഷ്യന് സമാധാനത്തിൻ്റെ അനുഭവമാണ്. ഒരു കാര്യം കൂടി സമാധാനത്തെപ്പറ്റി നിങ്ങളോട് പങ്കുവെക്കട്ടെ. ജീവിത വഴികളിൽ ദൈവം കൂടെ ഉണ്ടെന്നുള്ള ബോധ്യമാണ് സമാധാനം. ഞാൻ എവിടെ പോയാലും, ഞാൻ എവിടെയായിരുന്നാലും, ഏതു പ്രതിസന്ധികളായാലും, ഏത് രോഗത്തിലായാലും, ഏത് നൊമ്പരത്തിലായാലും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന ബോധ്യമാണ് സമാധാനം. അതിന് ഏറ്റവും വലിയ ഉദാഹരണം പഴയ നിയമത്തിൽ തന്നെയുണ്ട്. മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനതയെ വിടുവിച്ച് കൊണ്ടുപോരുമ്പോൾ അവരുടെ ആദ്യത്തെ നേതാവായിരുന്നു മോശ. ദൈവം പറഞ്ഞതനുസരിച്ച് മാത്രമാണ് മോശ ഓരോന്നും മുമ്പോട്ട് വെച്ചത്. ഏതുവഴി പോകണമെന്നറിയില്ല, ആര് കഴിക്കാൻ തരുമെന്നറിയില്ല, ആര് കുടിക്കാൻ തരുമെന്നറിയില്ല, ഈ മരുഭൂമിയിൽ ആര് വഴിയൊരുക്കുമെന്നറിയില്ല. ബാധയുണ്ടായാൽ പിച്ചള സർപ്പത്തെ ജീവന്റെ അനുഭവം തരുമെന്നോ ഒന്നും മോശ നേരത്തെ സ്വപ്നം കണ്ടതല്ല. ദൈവം പറഞ്ഞ വഴി അങ്ങ് നടക്കുക. ആരുണ്ട് കൂടെ? എൻ്റെ ദൈവമുണ്ട് എന്നൊരു വലിയ ശക്തിയായിരുന്നു മോശയ്ക്ക്. അതുകൊണ്ട് ചെങ്കടലിൽ വഴിയൊരുക്കി, പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിതൂണായി യഹോവയായ ദൈവം അവൻ്റെ കൂടെ നടന്നു. പാറയിൽ നിന്ന് തെളിനീര് കൊടുത്തു, മഞ്ഞയിൽ നിന്ന് കാടപ്പക്ഷിയെ കൊടുത്തു. യഹോവയായ ദൈവം മോശയോട് കൂടെ ഇരുന്ന് അവനെ വഴി നടത്തി. ഇസ്രായേൽ ജനതയും മോശയോട്, ഇസ്രായേൽ ജനതയോട് ദൈവം തമ്പുരാൻ ഒറ്റ കാര്യം പറഞ്ഞോളൂ: എഴുന്നേറ്റ് ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന, ഞാൻ നിന്നെ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പൊക്കോ. ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ. കനാൻ നാട്ടിലോട്ട് പോകാൻ ഏതുവഴി പോകണമെന്നോ എന്ത് ചെയ്യണമെന്നോ ഒന്നും പറഞ്ഞില്ല. പക്ഷെങ്കിൽ ഓരോ കാലടികൾ മുന്നോട്ട് വയ്ക്കുമ്പോഴും ആവശ്യമായ നിറവുകൾ, അനുഗ്രഹങ്ങൾ ദൈവം പകർന്നു കൊടുത്തു. എന്നാൽ വാഗ്ദത്ത നാട് ദൂരെ നിന്ന് കണ്ട് മോശ പിതാക്കന്മാരോട് ചേർന്നു. യോശുവ ഇസ്രായേലിന്റെ രണ്ടാമത്തെ നേതാവാണ്. മുമ്പിൽ എരിഹോ മതില്, ആ മതിലിനപ്പുറത്ത് ഏറ്റവും യുദ്ധവീരന്മാരായ കനാന്യർ. എവരെയൊക്കെ എങ്ങനെ തകർക്കുമെന്ന് കണക്ക് കൂട്ടിയാൽ മനുഷ്യന് തകർക്കാൻ വയ്യാത്ത എരിഹോ മതില്, അന്നുവരെ ആർക്കും തോൽപ്പിക്കാൻ വയ്യാത്ത കനാന്യർ, ഇവരെയൊക്കെ ഒതുക്കിയിട്ട് പാലും തേനും ഒഴുകുന്ന വാഗ്ദത്ത നാട്ടിൽ ചെല്ലാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, മാനുഷികമായി പറഞ്ഞാൽ
അന്നത്തെ ചിന്തയ്ക്ക് പറയും പറ്റത്തില്ല, അസാധ്യം. പക്ഷെങ്കിൽ ദൈവം പറഞ്ഞ ആ ഒരു വാക്ക്, ദൈവം കൂടെ ഉണ്ടല്ലേ. യോശുവ ദീർഘദർശിയോട് പറയുന്നുണ്ട്, യോശുവ നീ പോകുന്നിടത്തൊക്കെയും ഞാൻ നിന്റെ കൂടെ ഉള്ളതുകൊണ്ട് നീ ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കാം. ഈ വാക്ക് കേട്ടിട്ടാണ് ഇസ്രായേൽ ജനതയും കൊണ്ട് വാഗ്ദത്ത നാട്ടിലേക്ക് പോകാൻ മോശയ്ക്ക് ശേഷം യോശുവ ഇറങ്ങുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ പോകുന്നിടത്തൊക്കെ ഞാൻ വിളിക്കുന്ന ഒരു ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അതൊരു സമാധാനമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ എഴുതിയത്, ഞാൻ നിന്നെ കല്ലിൽ തട്ടാതെ എൻ്റെ ഭുജങ്ങളിൽ വഹിക്കും. വേദപുസ്തകത്തിലെ മറ്റൊരു മനോഹരമാക്കുണ്ട്, ഞാൻ അറിയാതെ നിന്റെ തലയിലെ ഒരു രോമം പോലും കുഴിയുകയില്ല. നമ്മൾ വിളിക്കുന്ന ദൈവത്തിൻ്റെ പേരെന്താണ്? കന്യക ഗർഭിണിയായി അവൾ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് വിളിക്കും. നമ്മൾ മുറുകെ പിടിക്കുന്ന ആ പരിശുദ്ധന്റെ പേരെന്താണ്? പരിമല കൊച്ചു തിരുമേനി മുറുകെ പിടിച്ച ദൈവത്തിന്റെ പേരെന്താണ്? ഇമ്മാനുവേൽ. അവൻ എൻ്റെ കൂടെയുള്ളവനാണ്. ആ ബോധ്യം ആരാധനയിൽ കൂടി ആത്മീയ ജീവിതത്തിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു സമാധാനമാണ്. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ എത്രയൊക്കെ നീറുന്ന അനുഭവത്തിൽ കൂടി കടന്നു പോകേണ്ടി വന്നാലും ദൈവം കൂടെ ഉണ്ടെന്നുള്ള ബോധ്യമാണ് നമ്മുടെ വലിയ സമാധാനം. പ്രിയമുള്ളവരെ, കർത്താവ് പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. കർത്താവിൻ്റെ ജനനത്തിങ്കിൽ പകർന്ന സമാധാനം, പ്രസംഗങ്ങളിൽ പകർന്ന സമാധാനം, കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് മുമ്പ് ഉയർപ്പിന് ശേഷം പകർന്നു കൊടുത്തതും ഇത് തന്നെയാണ്. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരിക. പ്രിയമുള്ളവരെ, വളരെ അർത്ഥവത്തായ ഒരു ജീവിതാനുഭവം കൂടി നമുക്ക് വേദപുസ്തകത്തിലുണ്ട്. പത്രോസ് കടലിൻ്റെ മേൽ നടക്കുകയാണ്. ക്രിസ്തുവിനെ നോക്കി നടന്നപ്പോൾ അവൻ കടലിനും പുറത്തുകൂടി നടന്നു. എന്നാൽ ചുറ്റിലുമുള്ള കാറ്റും കോളും തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ താന്നു പോകുന്ന അനുഭവം ഉണ്ടാകേണ്ടി വരികയാണ്. ചുറ്റിനും കാറ്റുണ്ട്, പ്രതികൂലതകളുണ്ട്, കോളുകളുണ്ടാവാം, നമ്മെ പല ചിന്തകളും അങ്ങോട്ട് മാടി വിളിക്കുന്നുണ്ടാവാം. പക്ഷെങ്കിൽ നമ്മുടെ ശ്രദ്ധ കുരിശിലേക്കാകട്ടെ, ക്രിസ്തുവിലേക്കാകട്ടെ. ആ ക്രിസ്തുവിലേക്കുള്ള നോട്ടം, ആ ക്രിസ്തുവിലേക്ക് നോക്കിയുള്ള നമ്മുടെ യാത്രകളാണ് നമുക്ക് സമാധാനത്തിൻ്റെ അനുഭവം തരുന്നത്. എന്താണ് ദൈവിക സമാധാനം എന്ന് പറയുന്നത്? പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 5-6 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവീക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തുവിങ്കൽ കാക്കും. നിങ്ങളുടെ ഹൃദയങ്ങളെയും നിങ്ങളുടെ നിനവുകളെയും ക്രിസ്തുവിങ്കൽ സമാധാനത്താൽ കാക്കപ്പെടുവാനായിട്ട് പ്രാർത്ഥന ഉണ്ടാവണം, അപേക്ഷകൾ ഉണ്ടാവണം, സ്തോത്രത്തോടുകൂടിയുള്ള ദൈവസന്നിധിയിലെ ആരാധന ഉണ്ടാവണം. അവിടെ ദൈവിക സമാധാനം നമ്മുടെ ഉള്ളിലേക്ക് പകരപ്പെടും. ഒരിക്കൽ കൂടി ചോദിക്കട്ടെ, ഈ സമാധാനം എവിടെയാണ് നമുക്ക് വേണ്ടത്? എവിടെയാണ് വേണ്ടത്? കുടുംബങ്ങളിൽ സമാധാനം വേണം, ദേവാലയത്തിലും സമൂഹത്തിലും സഭയിലും സമാധാനം വേണമെന്ന് നമ്മൾ പറയും. പക്ഷെങ്കിൽ യഥാർത്ഥത്തിൽ സമാധാനം വരേണ്ടത് എവിടെയാണ്? നമ്മുടെ ഹൃദയങ്ങളിലാണ്. ആകുലതകളും കാറ്റും കോളുകളുടെ നടുവിൽ ഒരു മനുഷ്യന് സമാധാനത്തോട് ജീവിക്കാൻ കഴിയുന്നതാണ് ദൈവസമാധാനം. ഞാൻ ഓർപ്പിച്ചല്ലോ, അബ്രഹാം തൻ്റെ മകനെ ബലിയഴിക്കാൻ കൊണ്ടുപോകുമ്പോഴും മരണത്തിന് മുമ്പിലും ഒരു മനുഷ്യന് സമാധാനം കണ്ടെത്താൻ കഴിയുന്നതാണ് ദൈവിക സമാധാനം.
അത് ആരാധനയിൽ കൂടി വിശുദ്ധ വേദപുസ്തകത്തിൽ കൂടി നമുക്ക് പകരുന്നതാണ്. നമുക്ക് ശരീരമുണ്ട്, ആത്മാവുമുണ്ട്, ഇല്ലേ? ആത്മാവിൻ്റെ സമാധാനമാണ് ഒരു മനുഷ്യനെ സ്വസ്ഥനാക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ സമാധാനത്തെപ്പറ്റി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ കടമയിൽ നിന്ന് വിരമിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നു, സമാധാനം നടത്തുന്നവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നമുക്ക് സമാധാനമുള്ളവരായി ജീവിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, ക്രിസ്തു തരുന്ന സമാധാനം സ്വീകരിച്ച് നമ്മുടെ ഉള്ളിൽ തന്നെ ഇരുന്നാൽ മതിയോ? ക്രിസ്തു തരുന്ന, ദൈവം തരുന്ന സമാധാനം നമ്മൾ സ്വീകരിക്കണം. 2, പ്രാർത്ഥനയിലൂടെ ആ സമാധാനത്തെ നമ്മുടെ ഉള്ളിൽ നിലനിർത്തണം. 3, ലോകത്തിൻ്റെ സമാധാനമായി നമ്മൾ മാറണം. നമുക്ക് സമാധാനം ഉണ്ടെങ്കിൽ നമ്മളായിരിക്കുന്ന കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാവും. നമുക്ക് സമാധാനം ഉണ്ടെങ്കിൽ നമ്മളെ ഏൽപ്പിച്ച ഇടങ്ങളിൽ സമാധാനം ഉണ്ടാവും. നമ്മളുടെ അസ്വസ്ഥതകളും അരാജകത്വങ്ങളുമാണ് ബാക്കിയുള്ള എല്ലാവരെയും അസമാധാനത്തിലേക്ക് കൊണ്ടുപോകുന്നത്. നമുക്ക് ചില സുഹൃത്തുക്കളുണ്ടാവും, ചിലരോട് ചിലതൊക്കെ തുറന്നു പറയുമ്പോൾ നമുക്കൊരു സമാധാനമാണ്. ചിലര് നമ്മുടെ ഏതെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞാലോ, ചില രഹസ്യങ്ങളൊക്കെ ചില സുഹൃത്തുക്കൾ അറിഞ്ഞാലോ, ചില അയൽക്കാരോ കൂട്ടുകാരികളോ കൂട്ടുകാരന്മാരോ അറിഞ്ഞാലോ നമ്മുടെ സമാധാനം എന്നേക്കുമായി നഷ്ടപ്പെടും, ഇല്ലേ? പ്രിയമുള്ളവരെ, നമ്മെ വിളിച്ചടുപ്പിച്ചിരിക്കുന്നത് ആർക്കെങ്കിലുമൊക്കെ സമാധാനമാവാനാണ്. ദൈവമാക്കി വച്ചിരിക്കുന്ന മക്കൾക്ക്, ദൈവമാക്കി വച്ചിരിക്കുന്ന ജീവിത പങ്കാളികൾക്ക്, ദൈവമാക്കി വച്ചിരിക്കുന്ന സമൂഹത്തിലെ വിവിധ മേഖലകളിൽ ഒക്കെ സമാധാനത്തിൻ്റെ അനുഭവമായി തീരുവാൻ, സമാധാനത്തെ മറ്റുള്ളവർക്ക് പകരുന്നവരായി തീരുവാൻ നമുക്ക് കഴിയണം. ഞാൻ ഓർപ്പിക്കുകയാണ് വീണ്ടും, ഈ കബറിങ്കൽ വന്ന്, ഈ ദേവാലയത്തിൽ വന്ന് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു സമാധാനമില്ലേ? ആ ഒരു സമാധാനം മറ്റുള്ളവർക്ക് നമ്മളോട് സംസാരിക്കുമ്പോൾ, നമ്മുടെ അടുത്ത് കുറച്ച് നേരം ഇരിക്കുമ്പം അവർക്കും കിട്ടുന്ന ഒരു സമാധാനം, ആ സമാധാനം പകരുന്നവരായി തീരുവാൻ നമുക്ക് കഴിയണം. കർത്താവായ യേശു തമ്പുരാൻ്റെ ഉയർപ്പിന് ശേഷം ശിഷ്യന്മാരും പ്രിയപ്പെട്ടവരൊക്കെ കൂടിയിരുന്ന അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് അവരുടെ നടുവിൽ വന്ന് നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ആ സമാധാനം നമ്മോട് കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. ദൈവം തമ്പുരാൻ നമ്മേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.